Hi guys, it's the time to think about Poisson distribution. നമുക്കറിയാം Poisson distribution and binomial distribution both are discrete probability distribution. ഈ binomial distribution നമ്മൾ എന്താണെന്ന് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. Actually, this Poisson distribution is a limiting case of binomial distribution. That means what binomial can do is possible in Poisson distribution. അതായത് binomial distributionന്റെ രണ്ട് ലിമിറ്റേഷൻ വേണമെന്ന് നമുക്ക് പറയാം. ഒന്ന് n was fair. n കൃത്യമായി അറിയാമായിരുന്നു അല്ലെങ്കിൽ n കൃത്യമായി അറിയുന്ന സാഹചര്യത്തിലാണ് ബൈനോമിയൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക. അതേപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് അക്യുറൻസ്, ദാറ്റ് ഈസ് സക്സസ് ആൻഡ് ഫെയിലിയർ ഷുഡ് ബി ഫെയർ. സക്സസും ഫെയിലിയറും നമുക്ക് അറിയാവുന്ന സാഹചര്യം അല്ലെങ്കിൽ രണ്ടേ രണ്ട് ഒക്യുറൻസ് ഉണ്ടാവുന്ന ഔട്ട്കം ഉണ്ടാവുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. എന്നാൽ വാട്ട് ഇഫ് ദ സിറ്റുവേഷൻ ഇസ് നോട്ട് സോ ദാറ്റ് n ഈസ് ഫെയർ, n അല്ലെങ്കിൽ വെരി ലാർജ് ആണെങ്കിൽ അല്ലെങ്കിൽ n ഇൻഫിനിറ്റ് ആണെങ്കിൽ we will apply Poisson distribution. അതായത് Poisson distributionൽ n the number of trial will be very large or infinite ആയിരിക്കും. രണ്ട്, നമ്പർ ഓഫ് ട്രയൽസ് കൂടുന്നതിനനുസരിച്ചിട്ട് പ്രോബബിലിറ്റി ഓഫ് സക്സസ് കുറവായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളെ സംബന്ധിച്ച് ഒരേ ഒരു സാധ്യതയുള്ളൂ. എന്താണ്? ഒരു വൈറ്റ് ബോർഡ്, ഒരു ബോക്സിൽ ഒരു വൈറ്റ് ബോർഡ് ഉണ്ട്. ആ വൈറ്റ് ബോർഡ് എടുക്കാനുള്ള സാധ്യത എത്രയാണ്? 100%, because there is only one number, one trial, one n. What happen if there are two white boards? That is n become 2, the probability of success will be getting reduced, that is 50%, 50%, 0.5 each. What will happen again if there are 3 boards? The probability വീണ്ടും കുറയുക അല്ലേ, 0.33, 0.33 and 0.33. അപ്പോൾ അതേപോലെ തന്നെ n എപ്പോഴും ലാർജ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് സക്സസ് വെരി ലോ ആയിരിക്കും and it is too close to 0 ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മറക്കുന്നത്. പോയ്സോണിൽ എന്താണ്? The number infinite ആയിരിക്കും, number of trials infinite ആയിരിക്കും, and the probability of success in each trial will be very low and it may be too close to 0. And here only one thing, the average mean n into p, that is known as lambda in Poisson distribution, it should be finite. Lambda is finite, that is m is finite. ഈ m എന്ന് വിളിക്കപ്പെടുന്ന ആവറേജ് ആണ് നമ്മുടെ ഒരേ ഒരു പാരാമീറ്റർ. ഓക്കെ, അപ്പോൾ എന്താണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് ചോദിച്ചാൽ, എവിടെയാണ് നമുക്ക് ഈ ഒരു ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ n ഇൻഫിനിറ്റ് ആവുന്നത്, അതേപോലെ തന്നെ നമ്പർ ഓഫ് സക്സസ് വെരി ടു ക്ലോസ് ടു 0 ആവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ആവറേജിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചിന്തിക്കപ്പെടുന്നത്. ദാറ്റ് ഈസ് np ഈസ് ഫിനിറ്റ്, then we will apply Poisson distribution. Poisson distribution. Let's see its definition. Poisson distribution may be obtained as a limiting case of binomial distribution under the following condition. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു, Poisson distribution ആയി നമുക്കൊരു binomial distribution ലിമിറ്റിംഗ് കേസ് ആയിട്ട് പറയാം. If the number of trials is very large, n is very large, and the probability of success for each trial is very small. അപ്പോൾ ഓരോ തവണ ട്രയലിലും സക്സസ് ആവാനുള്ള സാധ്യത p അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് സക്സസ് അത് ടു ക്ലോസ് ടു 0 ആയിരിക്കണം. ആൻഡ് എൻ പി, ദാറ്റ് ഈസ് m, അതിന് നമ്മളിവിടെ ലാംഡ എന്ന് വിളിക്കും, അത് ഫിനിറ്റ് ആയിരിക്കണം. അപ്പോൾ ഈ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻസിൽ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരേ ഒരു പാരാമീറ്റർ m ആയിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ വേണം നമുക്ക്, അതെങ്കിൽ ദാറ്റ് ഈസ് m നമുക്കറിയാമെങ്കിൽ നമുക്ക് ബാക്കി പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ സോൾവ് ചെയ്യാം എന്നാണ് പറയുക. Therefore, Poisson distributions can be stated in the following manner. Let the probability for success in a single trial of a random experiment is very small. ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് വെരി സ്മോൾ ആയിരിക്കുകയും and the experiments be repeated larger number of time. Experiment, that is n, larger ആയിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ the probability of for success out of this n trial is given by p raised to x, e raised to minus m raised to x factorial is known as Poisson law. Suppose that a manufactured product has 2 defects per unit of the product inspected. Use Poisson distribution and calculate the probabilities of finding a product without any defect, a product with 3 defects, a product with 4 defects. So, ഇതൊരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മളോട് പറഞ്ഞത്. ഈ പറഞ്ഞിട്ടില്ലെങ്കിലും ഇതൊരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണോ എന്ന് നമുക്ക് അറിയാനൊരു സംഗതി മതി. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആകെ നമുക്ക് വേണ്ട പാരാമീറ്റർ മീൻ ആണ്, വേറൊന്നും തന്നിട്ടില്ല. സക്സസ് മീൻ ആകണമെന്നില്ല. പിന്നെ നമ്പർ അൺകൗണ്ടബിൾ ആയിരിക്കും, ലാർജ് ആയിരിക്കും. അപ്പൊ നമുക്കറിയാവുന്ന ആകെ മീനാണ്. എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ 2 ഡിഫക്ട് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യാറുണ്ട്. എത്ര ലോട്ടാന്ന് പറയുന്നില്ല, എത്ര പ്രോഡക്റ്റിന്റെ ലോട്ട് കണക്ക് ചിലപ്പോൾ കാണുമായിരിക്കും. ഇതിൽ 2 പ്രോഡക്റ്റ് ഡിഫക്റ്റീവ് ആണ് പറയുന്നത്. അത് ശരാശരി 2 പ്രോഡക്റ്റ് ഡിഫക്റ്റീവ് ആണ്. സോ മീൻ ഈസ് ഈക്വൽ ടു 2. സോ മീൻ എന്ന് പറയപ്പെടുന്ന ഒരു പാരാമീറ്ററെ പോയ്സോൺ ഉള്ളൂ. ഈ മീൻ m നമുക്കറിയാമെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് കണ്ടുപിടിക്കാം.
Okay, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്താണെന്ന് നോക്കുക 2 ഡിഫറെന്റ്. So that is the only value which given. So m is equal to ഈ Poisson distribution നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. F അല്ലെങ്കിൽ probability of x is equal to e raised to minus m അല്ലെങ്കിൽ e to the power of m raised to x, m to the power of x divided by x factorial. That is, if we know the value of m, we can definitely find out the probabilities. So നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം, എ പ്രോഡക്റ്റ് വിതൗട്ട് എനി ഡിഫക്ട്. അപ്പോൾ എത്ര പ്രോഡക്റ്റ് എന്ന് അറിയില്ല, പക്ഷെ നമുക്ക് പറയുന്നത് പ്രോഡക്റ്റ് വിതൗട്ട് ഡിഫക്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒന്നാം ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം ഇതിലൂടെ ചോദിച്ചിരിക്കുന്നത് ഡിഫക്ട് ഒന്നുമില്ലാത്ത ഒരു പ്രോഡക്റ്റ് ആണ്. ഡിഫക്ട് ഒന്നുമില്ലാത്ത ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ 0 ഡിഫക്ട് ആയിരിക്കും. ഓക്കെ, സോ അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇ റേസ് ടു മൈനസ് എം അല്ലെങ്കിൽ ഇ ടു ദ പവർ ഓഫ് എം എന്ന് പറയുന്നത് -2 ആണ്. നമ്മൾ ഓൾറെഡി ഇത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇൻറ്റു ഇട്ടില്ലേ കുഴപ്പമില്ല, ഞാൻ ഇടുന്നു എം റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ 0 ആണ്. 2 റേസ് ടു 0 ഡിവൈഡഡ് ബൈ 0 ഫാക്ടോറിയൽ. ഓക്കെ, ഇനി ഇ റേസ് ടു -2 ഇതിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ പോകും. ഇതിന്റെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇ റേസ് ടു, ഈ ഒരു ആരോ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സയന്റിഫിക് കാൽക്കുലേറ്ററിൽ ഓരോ കാൽക്കുലേറ്ററിലും ഓരോ രീതിയിലാണ് വാല്യൂ കണ്ടുപിടിക്കുക. സയന്റിഫിക് കാൽക്കുലേറ്ററിലാണെങ്കിൽ ഷിഫ്റ്റ് എൽ എൻ അതിനുശേഷം ഇന്റെ വാല്യൂ എടുക്കുക, പിന്നെ ബാക്കി ബ്രാക്കറ്റ് ഞാൻ കാണിച്ചു തരാം. സോ ഇവിടെ നമ്മുടെ സിസ്റ്റത്തിന്റെ കാൽക്കുലേറ്ററിൽ എങ്ങനെയാണ് ഇ, അതേപോലെ തന്നെ ഷിഫ്റ്റ് ആരോ ദെൻ -2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, .1353. So this is the value of e raised to minus 0.13534 എടുക്കാം അല്ലെ. അപ്പോൾ ഇന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.13534. സയന്റിഫിക് കാൽക്കുലേറ്റർ ആണെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, അതിനുശേഷം ലോഗോ പ്രസ് ചെയ്യുക, അതിനുശേഷം അപ്പോൾ ഈ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ തന്നെ കാണാവുന്നതാണ്, ബ്രാക്കറ്റ് കൊടുക്കുക, -2 bracket close ചെയ്യുക is equal to what will get proceed. So this will be the answer of e raised to -2. ഇതേപോലെ തന്നെ എല്ലാം കണ്ടുപിടിക്കുക. into -2 raised to 0 നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് 0 ആണോ അതിന്റെ വാല്യൂ 1 ആയിരിക്കും. അല്ലാതെ 0.2 raised to 0 എന്ന് പറയുന്നത് നമുക്ക് ഒരിടത്തും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് 0 എന്ന വാല്യൂ വരെ എഴുതരുത്. e raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അതേപോലെ 0 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 0 അല്ല 1 ആണ്. 0 ഇട്ടാൽ നമുക്ക് എല്ലാം 0 ആയി കിട്ടും. അതുകൊണ്ട് അത് മനസ്സിലാക്കുക അറിയാത്തത്. സോ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഓൾവേസ് 0.1354. സോ e raised to 0. രണ്ടാമത്തെ നമ്മുടെ ചോദ്യം, എ പ്രോഡക്റ്റ് വിത്ത് 3 ഡിഫക്ട് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് P3 ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രോഡക്റ്റ് വിത്ത് എക്സാക്ട്ലി 3 ഡിഫക്ട് ആണ് രണ്ടാമത്തെ സാധ്യത. സോ ഇ ടു ദ പവർ ഓഫ് പറയാ -2 into 2 raised to 3 ആണ് ചോദിച്ചത്. 2 raised to 3 ആണ് ചോദിച്ചത്, ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പം ഇ ടു ദ പവർ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പവർ ഓഫ് 2 എന്ന് പറയുന്നത് 0.13534 ആണ്, ഇതിന് മാറ്റമൊന്നുമില്ല. ഇൻറ്റു 2 raised to 3 എന്ന് പറയുന്നത് 2 into 2 into 2 ആണ്, ഡിവൈഡഡ് ബൈ 2ന്റെ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 3ന്റെ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 3 into 2 into 1 അല്ലേ. പോകുന്നതൊക്കെ പൊക്കോട്ടെ, പോയിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇനി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിന്റെ ആൻസർ വരുന്നത് 0.4136 divided by 3, that is 0.18045. And the third option നമ്മൾ ചോദിച്ചിരിക്കുന്നത് a product with 4 different. So exactly P4 ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. So again we are putting the same equation, e to the power of -2 into 2 raised to 4 divided by 4 factorial. So we're going to do again 0.13534 into 2 raised to 4 എന്നല്ലേ, 2 to the power of 4 എന്നല്ലേ പറയാം. 2 into 2 into 2 into 2 divided by 4 into 3 into 2 into 1. Okay, so the calculate here, calculating of 0.27068 0.27066 divided by
equal to 0.0902. So this is the way which we are calculating the value in Poisson distribution.